ഞാനത് വിട്ടുപോയില്ല. ഞാനത് 1700 കൊട്ടനാർത്തുണ്ട് കേട്ടോ. 17 രൂപ 17 രൂപ 17 രൂപ 17 രൂപ 17 രൂപ 18 രൂപ 18 രൂപ 18 18 18. ചേട്ടാ എന്തിനാ ചേട്ടാ ഇതെടുക്കുന്നത്? ഈ യൂട്യൂബ് ചാനലിലേക്കാണ്. 15 രൂപ 200 രൂപ 300 രൂപ 400 രൂപ 500 രൂപ 600 രൂപ 200 കുറവ 17 രൂപ 20 രൂപ 120. മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് തോട്ടപ്പള്ളി പാലം. നമ്മൾ ഇന്ന് വരുന്നത് തോട്ടപ്പള്ളി ഹാർബറിലേക്കാണ് കേട്ടോ. ഹാർബറിലുള്ള വിവിധ കാഴ്ചകൾ കാണാനാണ്. ഏറ്റവും ലാഭത്തിന് കടൽ മീനുകൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ്. ഈ കാണുന്നത് തോട്ടപ്പള്ളിയിലെ സ്പിൽവേ ആണ്. അതായത് കുട്ടനാട്ടിലേക്ക് വെള്ളം കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ താഴെ കാണുന്ന സംഭവം മുകളിലോട്ട് പൊക്കുമ്പോഴാണ് വെള്ളം ബ്ലോക്ക് ആകുന്നത്. അപ്പം നമുക്ക് ഹാർബറിലോട്ടുള്ള വഴിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഹരിപ്പാട് നിന്ന് വരുമ്പോൾ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന ഇടത്തോട്ടുള്ള വഴിയിൽ കയറി നേരെ പോകുമ്പോഴാണ് തോട്ടപ്പള്ളി ഹാർബർ. അവിടോട്ടുള്ള വഴി ലൊക്കേഷനൊക്കെ ഓൾറെഡി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് തോട്ടപ്പള്ളി ഹാർബർ. അപ്പോൾ ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ഒരു ചെറിയ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ വള്ളം എല്ലാം അടുത്ത് ഇവിടെ കിടക്കുകയാണ്. നമ്മൾ ചെന്നപ്പോഴൊക്കെ വള്ളമൊക്കെ ഒത്തിരി വള്ളങ്ങളെല്ലാം ഇവിടെ ഒരു കെട്ടിയിട്ടിട്ടുണ്ട് ഹാർബറിൻ്റെ സൈഡിൽ. എന്തായാലും നമുക്ക് ഹാർബറിൽ ചെന്നിട്ടുള്ള ഇവിടെ എല്ലാം മീൻ വാങ്ങിക്കാൻ നിൽക്കുന്നവരൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഹാർബറിൽ ചെന്നിട്ടുള്ള വിശദമായുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പഴയ സിനിമകളിലെ ഓരോ സീൻ പോലെ ഓർമ്മ വന്നു കേട്ടോ. വലിയ സിറ്റിയൊക്കെ കാണിച്ചിട്ട് വലിയ എന്താ പറയുന്നത് ബോംബെയും അല്ലെ ഹാർബറിലെ വലിയ ഫൈറ്റിംഗ് സീനൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നി. ഇവിടെ പാവപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പതുക്കെ മീൻ പിടിച്ചിട്ട് വന്നിട്ടുള്ള കച്ചവട രീതികളും കച്ചവട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെയൊക്കെ ആദ്യം എത്തിച്ചേരാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൂടി ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. 110 രൂപ 110 110 രൂപ 110 115 115 ഇവിടെ 115 115 115 115 115 115 115. അതെ രൂപ വിളിയാണ് 600 രൂപ 600 വിളിയാണ്. 50 കുറവുണ്ട്. 600 600 600 600 കൂട്ടി കണ്ടോ. 600 കൂട്ടി കണ്ടോ. 600 കൂട്ടി. ചേട്ടാ എന്തിനാ ചേട്ടാ ഇതെടുക്കുന്നത്? ഈ യൂട്യൂബ് ചാനലിലേക്കാണ്. 15 രൂപ 1000 രൂപ 100 രൂപ 200 രൂപ 300 രൂപ 400 രൂപ 500 രൂപ 600 രൂപ 200 കുറവ 17 രൂപ 17 17 രൂപ 17 17 രൂപ 17 17 രൂപ 17 17 കൂട്ടി 17 17 കുറവ് 200 1700 1700. അങ്ങനെ വിളിയാണല്ലോ 800 900 900 1000 1000 രൂപ 1000 രൂപ 1000 രൂപ 1100 1100 1150 1200 1200 1250 1250 1300 1300 1300 1300 1300 1300 1700 കൊട്ടനാർത്തുണ്ട് കേട്ടോ. 17 രൂപ 17 രൂപ 17 രൂപ 17 രൂപ 17 രൂപ 18 രൂപ 18 രൂപ 18 18 18 18 18 18 18 18 16. പറഞ്ഞ 500 രൂപ 500 600 700 750 800 800 900 1000 1000 10 10 10 10 10 10 10 11 500 1600 1600
1600 1600 1600 1600 രൂപ 1600 1600 1600 1600 1600 600 600 1600 15 രൂപ 1500 1500 1500 1500 1500 1000 1 2 3 4 15 500 വിളിക്കും 500 രൂപ 500 രൂപ 550 550 550 രൂപ 550 രൂപ 550 രൂപ 550 രൂപ 550 രൂപ 600 രൂപ 650 രൂപ 650 രൂപ 650 രൂപ 700 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 വീട്ടിൽ കൊണ്ട് ചെമ്മീൻ ഇഷ്ടംപോലെ ഇട്ടേക്കണം കേട്ടോ. കടപ്പുറം നട സാധനം കറിക്ക് മീൻ ചേട്ടാ നമസ്കാരം. ചേട്ടാ നമ്മുടെ ഈ കടപ്പുറത്തെ ഒരു വിശേഷങ്ങളൊക്കെ പറയാനായിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് നമ്മൾ. അപ്പം നമ്മുടെ ചാനൽ എന്ന് വെച്ചാൽ മീനിൻ്റെ ചാനലുകൾ മാത്രം ഇടുന്നതാണ്. അപ്പം ഇവിടുത്തെ രാവിലെ എത്ര മണിയാകുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ ഓപ്പണിങ്? ഇവിടെ ഒരു രാവിലെ ഒരു 6:15 6:15 ഇവിടെ ഓപ്പണിംഗ് ആവും. പിന്നെ ബാക്കിയുള്ള ഇതൊന്ന് പറയുമോ ചേട്ടാ കാര്യങ്ങളൊക്കെ ഒന്ന്? കാര്യങ്ങൾ ഇപ്പം മത്സ്യലഭ്യത വളരെ കുറവാണ്. മത്സ്യലഭ്യത കുറവാണ്. പിന്നെ ഈ ചൂട് ഞങ്ങളുടെ ഈ തീരപ്രദേശത്ത് വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ ചൂട്. പിന്നെ ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷ മഴ വന്ന് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഞങ്ങളുടെ ചാകര കൊയ്ത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് മീൻ ഉണ്ടാകും. മുഴുവൻ സമയം മീനുണ്ടാകും. ഇവിടെ രാവിലെ 6 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി 10 മണി വരെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ മീൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എടുത്തോണ്ട് വന്നാൽ പോലും വിളിക്കാൻ ആൾക്കാർ വളരെ കുറവുണ്ട്. അതെ, മീൻ ഇപ്പൊ ഇവിടെ ലഭ്യത കുറവുള്ളത് കൊണ്ട് അവർ മാർക്കറ്റുകളെ ആണ് ആശ്രയിക്കുന്നത്. മാർക്കറ്റുകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന മീനുകൾ അവർക്ക് എടുത്ത് കൊണ്ടുപോയി വിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്നാൽ മീൻ കിട്ടത്തില്ല. അപ്പൊ ആളുകൾ ഇങ്ങോട്ട് വരാതെ നേരെ മാർക്കറ്റിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് മീൻ കിട്ടുമല്ലോ. മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന മീനുകൾ നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അത് ശരി. ഇപ്പൊ ഇവിടെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് മീൻ ഒരു കറിക്കാരനൊക്കെ ഉള്ള മീൻ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. അറിയാതെ മാർക്കറ്റിൽ പോയി ശരിക്കും പറഞ്ഞാൽ മീൻ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ്. മീൻ മേടിക്കുന്നവരൊക്കെ കൃത്യമായിട്ട് ഇവിടെ തന്നെ വരുന്നു. അവർ ഐസിടാത്ത മീൻ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് വിലയല്ല, നല്ല ഫ്രഷ് മീൻ കിട്ടണമെന്നുള്ള ആ കച്ചവടക്കാർ ഇവിടെ വന്ന് കൃത്യമായിട്ട് മേടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കച്ചവടം എങ്ങനെ പോയാലും മാർക്കറ്റിലേക്കാട്ടിലും ലാഭമാണ് ഇവിടെ. പിന്നെ മാർക്കറ്റ് മീൻ എന്ന് പറയാൻ നമുക്ക് എത്ര ദിവസത്തെ ആണെന്ന് അറിയാനൊക്കത്തില്ല. അതെ, അവര് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കയറ്റി ഇവിടെ ഐസിട്ട് കൊണ്ടുവരുന്ന മീനാണ്. കമ്മീഷൻ കടാന്നൊക്കെ പറയുന്നത്. കമ്മീഷൻ കട, അതെ. അതാണ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ എത്ര മണിയോട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ ലേലം? സാധാരണ ലേലം 6:15 ആകുമ്പോൾ തുടങ്ങും. മീൻ കൂടുതലുണ്ടെങ്കിൽ 6 മണിക്ക് തുടങ്ങും. 6 മണിക്കാണ്. രാത്രിയിലൊക്കെ പോയി മീൻ കിട്ടുകയാണെങ്കിൽ രാവിലെ 6 മണിക്ക് തുടങ്ങും. പക്ഷെ ഇപ്പം രാത്രി പോയിട്ട് മീനും ഇല്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇത്തിരിച്ചൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ 6:30 ആകുന്നത്. ഇന്നലെ വില ഭയങ്കര 115 രൂപയ്ക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളക്കാർ കുറവായതുകൊണ്ട് മീന് വിലയുണ്ട്, പക്ഷെ മീൻ ലഭ്യത കുറവ്. ഓ, അത് ശരി. മീൻ കുറവായതുകൊണ്ട് മീൻ ലഭ്യത ഉണ്ട്. എന്താ കച്ചവട വള്ളക്കാർക്ക് പാടാണ്. അവർക്ക് ചെലവ് കാശ് പോലും കിട്ടുന്നില്ല. മണ്ണെണ്ണയുടെ അവരുടെ വേതനമായിട്ട് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ്. ഒന്നും കിട്ടുന്നില്ല. തീരപ്രദേശം വറുതിയിലാണ്. ജനങ്ങൾ വളരെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ വളരെ അരാജകത്വമാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ള കച്ചവടക്കാരാണ് ഇവിടെ വന്ന് ലേലം പിടിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് റേറ്റും കുറവ് വരുന്നുണ്ട് അല്ലേ? അതെ, റേറ്റ് പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോഴേ മീന് കൂടുതലും വില കിട്ടത്തുള്ളൂ. അവർ ഇവിടുന്ന് എടുത്തിട്ട് മാർക്കറ്റുകളിലൊക്കെ വിൽക്കുന്നവരാണ് ഇവിടെയും. നമ്മുടെ തന്നെ ഈ മീൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നവരാണ്. വണ്ടി ഈ
ആൾട്ടർനേറ്റ് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി വിൽക്കുന്നവരാണ് കൂടുതൽ. ശരി. പിന്നെ കുറഞ്ഞ മീനൊക്കെ ചില്ലറക്കാർ പോകത്തുള്ളൂ, ബാക്കിയെല്ലാം വണ്ടിക്കാരായിട്ട്. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന കേട്ടായിരുന്നു കിലോ കണക്കും അതേപോലെ അതെന്താ സംഭവം? മീൻ ഇപ്പം നേരത്തെ ഈ കോവിഡ് വന്നത് കഴിഞ്ഞപ്പോൾ മീൻ തൂക്കി വിൽക്കണമെന്ന് ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. മറ്റേ മേഴ്സിക്കുട്ടി അമ്മ ഫിഷറീസ് മന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഇവിടെ ഈ കോവിഡ് വന്നത്. അപ്പൊ അത് ആൾത്തിരക്ക് കുറയ്ക്കാനായിട്ടാണ് തൂക്കം വെച്ചത്. പക്ഷെ അതിപ്പോഴും ആ പാത തന്നെ പിന്തുടരുകയാണ്. മീൻ തൂക്കി തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ തൂക്കി കൊടുക്കുന്ന വെച്ചാൽ അപ്പം സാധാരണക്കാരായ ഏതാൾക്കും ലേലം വന്ന് വിളിക്കാൻ പറ്റും. ഇത്ര കിലോ കുറവ് അല്ലെ കൊട്ടത്തൂക്കം കുറച്ച് വിലയിൽ 10 രൂപ കുറവ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചു ആർക്ക് വേണേലും വിളിക്കും. ഈ രണ്ട് ലേലം ഉണ്ട്. ഇപ്പൊ അല്ലാതെയും കൊടുക്കുന്നുണ്ടോ അതോ ഇത് മാത്രമേ ഉള്ളൂ? ഈ തൂക്കി കൊടുക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാം തൂക്കി കൊടുക്കുന്ന രീതി മാത്രമേ ഒറ്റ രീതിയോ. അപ്പൊ ഏതൊരാൾക്കും ലേലം വിളിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള മീൻ ഇന്ന വിലയ്ക്ക് എടുക്കണമെന്ന് മനസ്സിൽ തോന്നി ആ വില വിളിച്ച് നമുക്ക് എടുത്തോണ്ട് പോവാം. ആരും നമ്മളെ ചോദ്യം ചെയ്തില്ല. അത് ശരിയാണ്. ഇവിടെ ഒരു സംശയം ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇപ്പം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ടോക്കൺ എടുത്തിട്ടൊക്കെ ലേലം വിളിക്കണം, അങ്ങനെയാണോ? അല്ലല്ല, ഇവിടെ ടോക്കൺ ഒന്നുമില്ല. പിന്നെ കേറ്റ് പാസ് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത് ഗവൺമെന്റിന്റെ ഇതിലവർ ലേലം പിടിച്ച് വണ്ടിക്ക് പാസ്സുണ്ട്, ആൾ പാസ്സുണ്ട്. അപ്പൊ അങ്ങനെ പാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആർക്കും വിളിച്ച് ലേലത്തിൽ പങ്കുകൊള്ളാം. അങ്ങനെ ഒരു മേൽക്കോയ്മയൊന്നും ഇല്ല. ആർക്ക് വേണേലും വന്ന് ആർക്ക് വേണേലും ഇഷ്ടപ്പെട്ട മീൻ ലേലം ചെയ്ത് എടുക്കും. ചേട്ടൻ സമൂഹത്തെ പറയരുത്, ചേട്ടൻ ഏകപക്ഷമായിട്ട് പറയണം. സമൂഹത്തിന് മത്തി എടുത്തിട്ട് 800 രൂപ 800 എനിക്ക് അടുത്തതാണ് കേട്ടോ. 800 നിങ്ങൾക്ക് പറയാം. 700 800 100 പറയും. 8 ഇതിന്റെ മേലെ വല്ലതും ഉണ്ടോ? 8 മേല് 8 മേല് 100 കുറവുണ്ട്. 8 100 കുറവുണ്ട്. 8 എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ 900 900 രൂപയ്ക്ക് വിറ്റുപോയ കൊഞ്ച് അതേ കാണുന്ന കേട്ടോ. ഒരു കൊട്ട കൊഞ്ചോളം ഉണ്ട്. 115 രൂപ ഉണ്ടാവില്ല. പറഞ്ഞോ പറഞ്ഞേട്ടന്മാരെ. 600 രൂപ 600 6.5 700 7.5 100 പറയും കേട്ടാ. 7.5 750 1000 11
15 രൂപ 15 രൂപ 15 രൂപ 15 രൂപ 15 രൂപ 15 15 രൂപ 15 15 രൂപ 15 15 രൂപ 12 12 12 രൂപ 12 12 12 12 13 രൂപ 13 രൂപ രണ്ടുപേര് 13 13 14 രൂപ 15 രൂപ 15 രൂപ 15 രൂപ 15 രൂപ 15 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 15 15 15 15 15 വേളവിളി 15 15 16 16 രൂപ 16 16 രൂപ 16 പുള്ളി ലേലം വിളിച്ച് കൊഞ്ചെടുത്തിട്ട് കൊഞ്ച് പൊട്ടിപ്പോയി, അതായത് കവറിൻ്റെ വെയിറ്റ് പൊട്ടിപ്പോയ സിറ്റുവേഷനാണ് ഈ കണ്ടത് കേട്ടോ. അതായത് വളരെ ലാഭത്തിൽ ഇവിടെ സാധനം കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട റേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നല്ല അടിപൊളിയായിട്ട് മേടിക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുള്ളൊരു സംഭവം ഇത് കേട്ടോ. അതെ, വള്ളം ഇറങ്ങി വണ്ടി ഓടുന്ന പോലെ CC ടാക്സും ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്ന പോലെയാണ് വള്ളം. ആ കിടക്കുന്ന ചെറിയ വള്ളം ആ വള്ളം ഒരു 10-10,000 രൂപയുടെ അടുത്ത് ടാക്സും പിന്നെ ഇൻഷുർ അടയ്ക്കണം, അതിൻ്റെ ക്ഷേമനിധി അടയ്ക്കണം. അത് ഓരോ അടിക്കണക്കനുസരിച്ച് വലുതാകുന്നതനുസരിച്ച് പൈസ കൂടുതൽ അടയ്ക്കണം. ലൈലൻഡ് വള്ളംകാരെ 75,000 രൂപ താഴോട്ട് അടയ്ക്കണം ഒരു വർഷം, 12 മാസത്തേക്ക് ഈ ഫിഷിംഗ് ചെയ്യണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ ഇറങ്ങണമെങ്കിൽ ഇത്രയും പൈസ അടച്ചിട്ടേ പറ്റൂ. അതിൻ്റെ ഒരു യഥാർത്ഥ രൂപമാണ് ഇല്ല ഇരിക്കുന്നത്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ ജില്ല മത്സ്യയാനങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇത്രയും പൈസ അടയ്ക്കണം. അവിടെ കൊടുത്തേക്കുന്ന അത്രയും ക്യാഷ് അടച്ചാൽ മാത്രമേ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു വള്ളത്തിൽ നിന്ന് പടിഞ്ഞാട്ട് പണിക്ക് പോയി മീൻ പിടിക്കാൻ അവകാശമുള്ളൂ ഇന്ന് കേരളത്തിൽ. നമ്മുടെ വണ്ടികൾ ഓടുന്ന അതേപോലെ തന്നെ. അത് ശരി. അങ്ങോട്ട് പോകുന്നിടത്ത് ഡീസലിന്റെ ചിലവല്ലാതെ മണ്ണെണ്ണയൊക്കെ ചിലവാകുന്നുണ്ടോ? പിന്നെ മണ്ണെണ്ണ ചിലവാകുന്നുണ്ട്, ഡീസലും ചിലവാകുന്നുണ്ട്. ഡീസലുള്ളതാണ് ലൈലൻഡ്. നമുക്ക് ഈ പുറകെ യാത്രയായിട്ട് പോകുന്ന വള്ളക്കാർക്കും മണ്ണെണ്ണയാണ്. അപ്പോൾ ഈ പോകുന്ന ഒരു ദിവസം ഇപ്പോൾ ഒരു ബോട്ട് കടലിൽ പോയിട്ട് വരണമെങ്കിൽ എത്ര രൂപ ഡീസൽ വേണ്ടി വരും? വള്ളം അത് പിന്നെ ഓവറായിട്ട് വള്ളം ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് മണ്ണെണ്ണ കത്തിക്കൊണ്ടിരിക്കും, ഡീസലും കത്തിക്കും. ഇപ്പോൾ ഉദ്ദേശം താപനിലയം കായംകുളം പോലെയാണെങ്കിൽ അവർക്ക് ചിലവ് കൂടുതൽ. അവിടെ പിന്നെ പണി കണ്ടെന്നും പറഞ്ഞ് ഓടുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് കൂടുതലായിട്ട് വരും. ഒന്നുമില്ലെങ്കിൽ തിരിച്ചു വന്നാൽ നല്ല ഭാരിച്ച തുക പോകും അതിൻ്റെ ഓണർ. ശരിക്കും പറഞ്ഞാൽ അടുത്ത വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ പോലെ ഇത് ഓയിൽ ചെലവ് അതിൽ കൂടുതലുണ്ട്. ഓയിൽ ചെലവ് ഞാനൊരു ഓയിൽ കടക്കാരനാണ്. മണ്ണെണ്ണ ഉൾപ്പെടെ 115 രൂപ ഓയിൽ. ഇപ്പം ഓയിൽ ചേർത്തത് പെട്രോൾ എഞ്ചിൻ വരികയാണെങ്കിൽ പെട്രോളിന് ഓയിൽ പ്രത്യേകമാണ്. മണ്ണെണ്ണ എഞ്ചിനാണെങ്കിൽ മണ്ണെണ്ണയ്ക്കകത്ത് ലൂബ്രിക്കേഷൻ ചേർക്കണം. രണ്ടും കൂടെ ചേർന്ന് വരുമ്പം വലിയ തുകയാകും. അവർക്ക് ഈ പോയിട്ട് വന്ന 4-5 പേര് ഈ പോയിട്ട് വള്ളത്തെ വന്നാൽ ഇവർക്ക് കിട്ടുന്ന ഈ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 600 രൂപ 600 രൂപ 700 രൂപ കുറവ് 100 7 രൂപ 8 രൂപ 800 800 100 കുറവ് 800 രൂപ 800 800 രൂപ 850 850 850 850 850 850 രൂപ 850 100 കുറവ് 850 ഉണ്ടാണ്. 850 മേൾ അണ്ണനുണ്ടോ? 850 മേൾ ഉണ്ടോ? 100 കുറവുണ്ട്. 850 മേളിൽ ഉണ്ടോ? 750 ആരാണ്? 400 രൂപ 450 450 500 500 വിളി 500 വിളി 500 വിളി 500 വിളി 450 വിടണം. 500 വിളിച്ചിട്ട് 50 കുറച്ച് 450 ഇത്രയും സാധനമാണ്. ഒന്ന് മാറി കൊടുക്കുക. ഇത്രയും സാധനം ഇത് വിറ്റിട്ട് വേണം ഈ ഒരാളുടെ വീട്ടിലെ ചെലവ് നടക്കാൻ. വിളിച്ചു 1000 രൂപ 1000 രൂപ കുറവുണ്ട് കേട്ടാ. 1000 രൂപ 1000 രൂപ 15 രൂപ 15 രൂപ 15 15 രൂപ 15 15 15 15 12 12 രൂപ 12 12 12 12 13 13 രൂപ 13 13 രൂപ 13 13 രൂപ 13 13 150 കുറച്ച് വരും കേട്ടാ.
700 രൂപ 13 രൂപ 13 13 രൂപ 13 150 കുറവുള്ളൂ കേട്ടാ 14 രൂപ 1450 കൊടുക്കും. 400 തരാം 400 രൂപ 400 ഈ ചേട്ടൻ 400 തരും 450 തരും എന്ത് പറഞ്ഞു ചേട്ടാ 500 തരും 550 തരും 550 തരും കൊടുക്കാൻ ഈ ചേട്ടൻ 17 വിളി കുറവ് 200 ഉണ്ടെണ്ണം 17 രൂപ 18 വിളി 18 രൂപ 18 കോട്ടി 16 വേണിയിലാണ് 300 പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ നമ്മുടെ ഐസിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇതിന് തൊട്ട് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഐസ് ഫാക്ടറിയും കാര്യങ്ങളും ഒക്കെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെയുള്ള വീട്ടുകാരടക്കം വന്നു കഴിഞ്ഞാൽ വൻ ലാഭത്തിന് ഇവിടുന്ന് മീൻ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ബൈ.